നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ പ്രവചനം UDFന് അനുകൂലമായതോടെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ തമ്മിലുള്ള പോര് മുറുകുന്നു. മുസ്ലിം ലീഗ് സതീഷിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇരു ഗ്രൂപ്പുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിൽ ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും. KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് ഷൂട്ടിംഗ് നിർത്തിയതെന്ന് സൂചന. ബംഗാളിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ. സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ പ്രവർത്തകരും ഭവാനിപൂരിൽ അർദ്ധരാത്രി വരെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോസ്റ്റൽ ബാലറ്റുകൾ തരംതിരിക്കുന്ന ജോലിയാണ് നടന്നതെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. PV അൻവറുമായുള്ള ഫോൺ വിളിയിൽ SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു ഫോൺ സംഭാഷണം. ആഭ്യന്തര വകുപ്പ് അന്വേഷണ സമിതിയാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. തെളിവില്ലാത്തതിനാൽ സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കിയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. SP സുജിത് ദാസിന് ക്ലീൻ ചിറ്റ് നൽകിയത് തന്നെ കേൾക്കാതെ എന്ന് PV അൻവർ. പരാതിക്കാരനെന്ന നിലയ്ക്ക് തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല. ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ഫോൺ നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ടാണ് നൽകാതിരുന്നതെന്നും തുടർ നടപടികൾക്കായി കോടതിയെ സമീപിക്കുമെന്നും അൻവർ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിനെ സഹായിച്ചെന്ന കേസിൽ IG ലക്ഷ്മണയ്ക്കെതിരായ വകുപ്പുതല അന്വേഷണം അവസാനിപ്പിച്ച പോലീസ്. DGP നിതിൻ അഗർവാൾ റിപ്പോർട്ട് സർക്കാരിന് നൽകി. ജാഗ്രത കുറവ് ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ്. സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ADGP-ആയി ലക്ഷ്മണയ്ക്ക് സ്ഥാനക്കയറ്റം. കേസിൽ പ്രതിയായതോടെ നേരത്തെ സ്ഥാനക്കയറ്റം തടഞ്ഞിരുന്നു. അങ്കമാലി കിടങ്ങൂരിൽ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു സംഭവം. ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. മയക്കുവെടി വെച്ച് ആനയെ തളച്ചു. തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്ന മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത്. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കൊല്ലം മൺട്രോത്തുരുത്ത് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി അരിനല്ലൂരിലെ മകളുടെ വീടിന് മുന്നിൽ വെച്ച് അണലിയാണ് കടിച്ചത്. കാഴ്ച വൈകല്യമുള്ള ആയ രാജേന്ദ്രൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില കൂട്ടി. 19 കിലോ സിലിണ്ടറിന് 993 രൂപ വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപയും മുംബൈയിൽ 3024 രൂപയുമാണ്. പൗരാവകാശ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡിജോ കാപ്പൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. പാലായിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. KSEB ശമ്പള പരിഷ്കരണം, റോഡ് സുരക്ഷ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങി പൊതുവിഷയങ്ങളിൽ സജീവമായിരുന്ന കാപ്പൻ ചാനൽ ചർച്ചകളിലും നിറസാന്നിധ്യമായിരുന്നു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ഇടിയും ഉണ്ടാകുന്നതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 6 ജയവുമായി പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. 7-ാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ഇന്ന് ജയം അനിവാര്യം. മത്സരം രാത്രി 7:30 മുതൽ ജയ്പൂരിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.